എടി വർഷം നീ ഇന്നിവിടെ എടി എന്നെ കെട്ടിച്ചിട്ടത് ഇവിടാ. ഓ നീ ഇപ്പൊ എവിടെ പോയതാ? എടി സ്കൂളിൽ പോയിട്ട് വരിക. എടി വാ, എന്റെ വീട് അടുത്താ, കയറിയിട്ട് വാ. എന്നിട്ട് പറയുന്ന എന്റെ വിശേഷം. നീ ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോ ഡോക്ടർ ആണെന്ന് പറഞ്ഞ ആളിപ്പോ ടീച്ചറായ. ടീച്ചറോ? നീ എന്നെ പറഞ്ഞ സ്കൂളിൽ പോയിട്ട് വരികയെന്ന്. എടി അത് ഞാൻ എന്റെ കുഞ്ഞിന്റെ പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരിക. അല്ല നീ എവിടെ പോയിട്ട് വന്നോ? എടി എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ വീടൊക്കെ നോക്കി കുട്ടീനെയൊക്കെ നോക്കി ഇങ്ങനെ കഴിയണം. അപ്പൊ ജോലി ജോലിയൊന്നും നോക്കാൻ സമയം കിട്ടില്ലല്ലോടി. ഡിഗ്രി കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞില്ലേ. 10ലും +2 ഫുൾ A+ കിട്ടി നീ തന്നെയാണ് അതൊക്കെ പറയുന്നത്. അതേടി അങ്ങനെ ഇഷ്ടം കൊണ്ട് പഠിച്ചൊന്നുമല്ലല്ലോ, വീട്ടുകാരെ പേടിച്ച് പഠിച്ചല്ലേ. നീ വാ, ചായ എടുക്കാം. എടി ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്തോണ്ടാണോ? ഏയ് പുള്ളി ഭയങ്കര കൂളാടി. എൻ്റെ അടുത്ത് വേണേൽ ജോലിക്ക് വെക്കാനോടൊക്കെ പറഞ്ഞേ. പിന്നെ എനിക്ക് വേണ്ടിയായിട്ടാ. പിന്നെ കൊച്ചുകൂടെ ആയപ്പോൾ നല്ല തിരക്കായല്ലോ. എടി ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് 10 രൂപ ഉണ്ടാക്കുന്നത് നല്ലത്. വീട്ടിലെ എക്സ്പെൻസ് ഒക്കെ ബാലൻസ് ചെയ്ത് പോകാൻ ഭാര്യയ്ക്കും ഭർത്താവും ജോലി വേണമല്ലോ. ഓ ഇതുവരെ ജോലിക്കൊന്നും പോകാത്തോണ്ട് ഇപ്പം ജോലിക്കാൻ നല്ല മടിയാടി. പിന്നെ എൻ്റെ ആവശ്യത്തിനുള്ള ഒരു 5000 രൂപ പുള്ളി തരുന്നുണ്ട്. തൽക്കാലം എനിക്കത് മതിയല്ലോ. അല്ലടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ കൊച്ചിന് വലുതാവും, അപ്പോൾ അവൻ്റെ പഠിത്തത്തിന് ചിലവ്, പിന്നെ ഇപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ സാലറിയിൽ മാത്രം ചിലവെല്ലാം നടന്നു പോയിന്ന് വരില്ല. അല്ല നീ സപ്ലി ഉണ്ടെന്ന് എഴുതിയെടുത്തോ? വാ. സപ്ലി ഒക്കെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എഴുതിയെടുത്തു. ആണോ? എടി എന്നാ ഞാൻ പോട്ടെ. ആ എന്നിട്ട് നേരത്തെ പോണേ? അല്ലടി കൊച്ചിന് അമ്മയുടെ കയ്യിലാക്കിയിട്ട് ഇന്റർവ്യൂവിന് വന്ന. ഓ കൊച്ചിന് എത്ര വയസ്സായിടി? 6 മാസമായിട്ടുള്ളൂ. ഓ ഞാൻ പോട്ടെ. ഏയ് നിന്റെ നമ്പറൊന്ന് പറഞ്ഞേ. ഇപ്പം നമ്പറൊന്നും ഇല്ലാത്തോണ്ട് ആരെയും വിളിക്കാനൊന്നും പറ്റണല്ല. സത്യം. ശരി എന്നാ.